കണ്ടപ്പോഴേ വെട്ടവരായിരുന്നു ഈ അരിത്തന് വരിക. കടിച്ചാ മതി അവൻ. ചെറുതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പാമ്പ് പാമ്പ് പാമ്പേ നല്ല അടിപൊളി അടിപൊളി വളവളപ്പൻ. വളവളപ്പൻ ഒന്നാ പോരെ. നീ മാറുന്ന പാമ്പ് കാണൂല. പിന്നെ അത് നല്ല സൂപ്പർ വളവളപ്പനെ കണ്ടോ വെച്ചാ. ഞാൻ ഇറങ്ങി വരുമ്പോഴേ ഇറങ്ങി വരുമ്പോ പാമ്പ് കയറി വരുന്നു. അത് മതി. അത് കടിച്ചാ മതി. പിന്നെ പോരെ അവൻ കടിച്ചാ മതി. ആശുപത്രി പോയാ മതി. പിന്നെ അധികം ഈ അരിത്തറ വരികയായിരുന്നേ. തള്ള കണ്ടാണല്ലോ ഈ അരിത്തറ വരിക. പെറ്റെടുപ്പുണ്ട്. എവിടെ കാണും ഇനിയും. ചിലപ്പോ കുഞ്ഞുങ്ങൾ കാണും. പാമ്പിനെ ഏറ്റവും സൂക്ഷിക്കേണ്ട ഇങ്ങനെ ഇരിക്കുമ്പോഴാ. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് കടിക്കുമ്പോണ്ടല്ലോ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, ഭയങ്കര സ്പീഡായിരിക്കും. ഞാൻ കണ്ടപ്പോഴാ. ഞാൻ ഇവിടെ ലേറ്റ് ഇല്ലല്ലോ. എന്താ കടിക്കാൻ പറ്റാ. ലേറ്റ് അടിച്ച് നോക്കി ഞാൻ അടിച്ചപ്പോഴാണ് സാധനം കണ്ടത്. അതിനുള്ളൊന്നുമില്ല. ചെറിയ സാധന കടിച്ചവൻ ഒരു കടി അടിച്ചു. ഇല്ല അവൻ ചുമ്മാ ഫോട്ടോ എടുക്കാനാണ്. കണ്ടാ കടിക്കണ അവിടെ അവിടെ വെക്കല്ലേ, വിഷാവും. ഞാൻ കൊന്നോളാം. അത് മതി. ആ ഇവിടെ ഞാൻ ഇറങ്ങി പോയപ്പോ ലേറ്റ് അതിന്റെ നേരെ അങ്ങോട്ട് കടിച്ചു. അപ്പഴേ ഇങ്ങനെ ഞാൻ ലേറ്റ് എന്റെ ലേറ്റ് പഠിക്കുന്നത്. ഇതുണ്ട് അരിതോളം പോയി അരിതോളം അറിയില്ല. ലേറ്റ് ഉണ്ടെന്ന് ഇതൊന്നും കാണില്ല. ഈ സാധനം വന്നു കഴിഞ്ഞാ അറിയില്ല. ഒരു കടി അടിച്ചേച്ചു പോവും. പക്ഷെ ഇത് കടിച്ചാ അങ്ങനെ ചാവല്ലോ, പെട്ടെന്ന്. ഇനി പാമ്പിന്റെ സമയ നവംബർ ഡിസംബർ ജനുവരി വരെ പാമ്പൊക്കെ മഴ മാറി ഇറങ്ങും. അപ്പൊ മിക്കവാറും ഇതിന്റെ തള്ളയും തന്തയൊക്കെ ഇവിടെ ഉണ്ടാവൂലേ. ഇത് അത് ഈ പറമ്പിലുള്ള പാമ്പ് ഏതായാലും തള്ളയൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. രാത്രി ലൈറ്റ് ഇട്ടിട്ട് ഇറങ്ങാൻ പോളൂ. ഇതാരും മുള്ളാൻ നിൽക്കുമ്പോ ഇല്ല വെട്ടം കൊണ്ട് കാണാൻ പറ്റില്ല. ഇത് കൈ കൊണ്ട് എടുക്കില്ലടാ, ഒന്നും വിഷയല്ല. ചോറുണ്ട കൈ കൊണ്ട്. കുഴി വെട്ടേനാ. കൈ കൊണ്ട്